സമദൂരം എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് പിണറായിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുമുള്ള പ്രണയം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ NSS ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച വിജയദശമി നായർ മഹാസമ്മേളനം ഉദ്ഘാടനത്തിൽ സുകുമാരൻ നായർ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. NSSന് കമ്മ്യൂണിസ്റ്റുകൾ നിഷിദ്ധമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുകുമാരൻ നായരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തന്റെ മാറിൽ നൃത്തമാടുന്നത് പോലെ നായന്മാരുടെ മാറത്ത് നൃത്തമാടാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. 112 വർഷമായ NSS അതിശക്തമായ എതിർപ്പുകളെ അതിജീവിച്ചാണ് വളർന്നത്. NSSന് കമ്മ്യൂണിസ്റ്റുകൾ നിഷിദ്ധമല്ല, നല്ലതിനെ അംഗീകരിക്കും. രാഷ്ട്രീയമായി സമദൂരത്തിലാണെങ്കിലും സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തിയത് രാഷ്ട്രീയം നോക്കിയല്ല. വിഷയം വഷളാക്കിയത് ദൃശ്യമാധ്യമങ്ങളാണ്. രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടുന്നില്ല. ആനുകൂല്യം ചോദിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്നാലെ പോയിട്ടില്ല. വിശ്വാസം, ആചാരം, അനുഷ്ഠാനം എന്നിവ പാലിക്കുകയാണ് NSS നിലപാട്. ശബരിമല ആചാരത്തിൽ അന്നത്തെ സർക്കാർ വീഴ്ച വരുത്തിയപ്പോഴാണ് NSS രംഗത്തിറങ്ങിയത്. ആളുകൂടുന്നത് കണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എത്തിയെങ്കിലും അവർ ഒന്നും ചെയ്തില്ല. കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താമായിരുന്നെങ്കിലും ചെയ്തില്ല. കോടതിയിൽ കേസ് നടത്തിയത് NSS ആണ്. വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും നിലനിൽക്കണമെന്നും രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണമെന്നുമുള്ള NSSന്റെ ആവശ്യം അംഗീകരിച്ചതിനാലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. മന്ത്രി VN വാസവൻ നേരിട്ടെത്തി ഉറപ്പു നൽകി. NSS നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കരുതിക്കൂട്ടി സൃഷ്ടിക്കുന്നതാണ്. മാന്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെ ലാഭേച്ഛ കണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നേരിടുമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. അപ്പോൾ അതാണ് കാര്യം. സമദൂരത്തിലെ ശരിദൂരം സുകുമാരൻ നായർക്കിപ്പോൾ കമ്മ്യൂണിസ്റ്റിനോടാണ്, വിശിഷ്യ പിണറായിയോടാണ്. എന്നാൽ സുകുമാരൻ നായരുടെ അഭിപ്രായമാണ് മുഴുവൻ നായന്മാർക്കെന്നും അതുകൊണ്ട് നായർ വോട്ട് മുഴുവൻ പെട്ടിയിൽ വീഴുമെന്ന സന്തോഷത്തിൽ മതിമറന്നിരിക്കുന്ന CPMനോട് ആ വെള്ളമങ്ങ് വാങ്ങിവെച്ചേക്കൂ എന്നേ പറയാനാവൂ. സുകുമാരൻ നായർ പിന്നിൽ നിന്ന് കുത്തുന്ന ബാഹുബലിയിലെ കട്ടപ്പയാണെന്ന് പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത് കണ്ടു കാണുമല്ലോ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം സുകുമാരൻ നായർ നടത്തിയ സർക്കാർ അനുകൂല പരാമർശങ്ങളും ഏറെ ചർച്ചയായിരുന്നു. ഈ സർക്കാരിൽ വിശ്വാസമാണെന്ന് തുറന്നു പറഞ്ഞ് ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എങ്ങനെ ഈ സർക്കാരിനെ ആചാര സംരക്ഷകരായി വാഴ്ത്താൻ സാധിക്കുന്നു എന്നത് അത്ഭുതം തന്നെ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കപട അയ്യപ്പ സ്നേഹം കാണിക്കുന്ന ഈ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വാസികളോട് ചെയ്ത വഞ്ചന ഇത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കുമോ? അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ച് യുവതീ പ്രവേശനത്തിന് സർവ്വസന്നാഹങ്ങളും ഒരുക്കിയ, ആചാര സംരക്ഷണത്തിന് മുന്നിട്ടിറങ്ങിയ ഭക്തരെ വെല്ലുവിളിച്ച് വനിതാ മതിൽ പടുത്തുയർത്തിയ, വിശ്വാസികളുടെ കണ്ണീരിനും പോരാട്ടത്തിനും പകരമായി കേസുകൾ ചാർജ് ചെയ്ത് എങ്ങനെയൊക്കെ വിശ്വാസികളെ ദ്രോഹിക്കാമോ അങ്ങനെയൊക്കെ ദ്രോഹിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടാണ് സുകുമാരൻ നായർക്ക് സ്നേഹം. സുകുമാരൻ നായർ പലതും മറന്നുവെങ്കിലും വിശ്വാസികൾ മറക്കുമെന്ന് കരുതണ്ട. ഇലക്ഷൻ മുന്നിൽ കണ്ട് പിണറായി അയ്യപ്പ സ്നേഹിയായും ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാവൽക്കാരനായും എല്ലാം പ്രത്യക്ഷപ്പെടാം. പക്ഷേ ഇവരുടെ ഉള്ളിലിരിപ്പ് മുൻകാലങ്ങളിൽ കണ്ടതാണ് യാഥാർത്ഥ്യമെന്ന ബോധ്യം സുകുമാരൻ നായർക്കില്ലെങ്കിലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കുണ്ട്. അതുമാത്രമല്ല, നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത അതീവ ഗുരുതരമായ ക്രമക്കേടുകളും ആചാര ലംഘനങ്ങളുമാണ് ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് ശബരിമലയിൽ നടത്തുന്നത്. പക്ഷേ സുകുമാരൻ നായർ ഇതൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. സ്വർണ്ണപ്പാളി വിവാദത്തിലും സുകുമാരൻ നായർക്ക് മൗനം തന്നെ മാർഗം.